നമസ്കാരം. പഹൽഗാം ആക്രമണത്തിലൂടെ ഇന്ത്യയുടെ ക്ഷമ പരീക്ഷിച്ച പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. പാകിസ്ഥാനെ ഒരു എതിരാളിയായി പോലും ഇന്ത്യ കണക്കാക്കിയിരുന്നില്ല എന്നതാണ് സത്യം. അതേസമയം ഇന്ത്യ ഇതിലൂടെ തിരിച്ചറിഞ്ഞത് ചൈനയുടെ ഇടപെടലാണ്. ഒരുപക്ഷെ ചൈനയുടെ നേരിട്ടുള്ള ആക്രമണത്തെ പോലും എതിരിടാൻ തക്കവണ്ണം സജ്ജമായിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. ഈ ഘട്ടത്തിലാണ് ചൈനയിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നത്. ചൈനയുടെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ പുതിയ തരം ഗ്രാഫൈറ്റ് ബോംബിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു പ്രദേശത്തെ വൈദ്യുത അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ തരം ആയുധമാണ് ഇത്. കരയിൽ നിന്നുള്ള ഒരു വാഹനത്തിൽ നിന്ന് ആയുധം വിക്ഷേപിക്കുന്നതിനായി കാണിക്കുന്ന ഒരു അനിമേറ്റഡ് വീഡിയോ ചൈന സെൻട്രൽ ടെലിവിഷനുമായി ബന്ധമുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ഫിലമെൻറ്റുകളെ രാസപദാർത്ഥങ്ങളുമായി സംയോജിപ്പിച്ചിരിക്കുകയാണെന്നും കൂടാതെ ഉയർന്ന വോൾട്ടേജ് പവർ സിസ്റ്റങ്ങളെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമാണെന്നും ബ്രോഡ്കാസ്റ്റ് പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് 10,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി തകരാറുകൾക്ക് കാരണമാകുന്നുണ്ട്. ദേശീയ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രതിരോധ കരാറുകാരായ ചൈന എയ്റോസ്പേസ് സയൻസസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷനിൽ നിന്നുള്ള വിവരങ്ങൾ വീഡിയോയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ചൈന ഈ പുതിയ ആയുധത്തിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ സവിശേഷതകൾ ഗ്രാഫൈറ്റ് ബോംബുകളുമായി വളരെ സാമ്യമുള്ളതാണ്. ഇത് മറ്റ് നാശനഷ്ടങ്ങൾ വരുത്താതെ വൈദ്യുത അടിസ്ഥാന സൗകര്യങ്ങളെ സ്തംഭിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത മാരകമല്ലാത്ത യുദ്ധോപകരണങ്ങളുടെ പട്ടികയിലേക്കാണ് ഉള്ളത്. അനിമേഷൻ വീഡിയോയിൽ ആയുധത്തിന് 290 കിലോമീറ്റർ ദൂരപരിധിയും 1080 പൗണ്ട് വാർഹെഡ് ഭാരവുമുള്ളതുമായാണ് അറിയുന്നത്. ഇത് പവർ സ്റ്റേഷനുകളെയും സബ്സ്റ്റേഷനുകളെയും ലക്ഷ്യമിടാൻ അനുയോജ്യമാണെന്നും വിവരിച്ചിട്ടുണ്ട്. തായ്വാനിലെ ഊർജ സംവിധാനങ്ങൾക്കെതിരെ ഉപയോഗിക്കാനാകാം ചൈന ഈ പുതിയ തരം ആയുധം വികസിപ്പിച്ചെടുത്തതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ അത്തരം ഉദ്ദേശം സ്ഥിരീകരിക്കുന്ന ഒരു പൊതു പ്രസ്താവനയും ഉദ്യോഗസ്ഥർ നടത്തിയിട്ടില്ല. ഗ്രാഫൈറ്റ് ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ചോ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചോ പീപ്പിൾസ് ലിബറേഷൻ ആർമി അതായത് PLA വളരെ കുറച്ച് മാത്രമേ പരസ്യമായി സമ്മതിച്ചിട്ടുള്ളൂ. ഗ്രാഫൈറ്റ് ബോംബുകളെ തന്ത്രപരമായ ആസ്തിയായി വിശേഷിപ്പിച്ചിരുന്നു എന്നും വൈദ്യുതി ഗ്രിഡുകൾ അടച്ചുപൂട്ടി ശത്രുക്കളുടെ കമാൻഡ് കൺട്രോൾ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാമെന്നും മോഡേൺ ഷിപ്സ് മാസികയുടെ എഡിറ്ററായ ഷെൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സൈന്യങ്ങളുമായി നേരിട്ട് ഇടപഴകുന്നതിന് പകരം ശത്രു സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കുന്നതിലേക്കുള്ള ആധുനിക സൈനിക രീതികളാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. മുൻകാല അമേരിക്കൻ സൈനിക നടപടികളിലും സമാനമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1991 ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിൻ്റെ ദേശീയ ഗ്രിഡിൻ്റെ 85% വരെ പ്രവർത്തനരഹിതമാക്കാൻ BLU-114B ഗ്രാഫൈറ്റ് വാർഹെഡുകൾ വഹിച്ച ടോമോഹാക്ക മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു. 1999 കൊസാവോ സംഘർഷത്തിൽ അമേരിക്ക F-117 സ്റ്റെൽത്ത് വിമാനങ്ങൾ വർഷിച്ച ഗ്രാഫൈറ്റ് ബോംബുകൾ സെർബിയയുടെ വൈദ്യുത അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം 70% തകരാറിലാക്കിയിരുന്നു. ഇത് നാറ്റോയുടെ നേതൃത്വത്തിലുള്ള വെടിനിർത്തൽ കരാറിന് കാരണമാവുകയും ചെയ്തിരുന്നു.